മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന എടിയൂർ ചേനാടൻകുളമ്പ് പാലേപ്പറമ്പ് പ്രദേശത്ത് CPIM എടിയൂർ ലോക്കൽ സെക്രട്ടറി PM മോഹനൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി. പ്രദേശത്ത് സ്വകാര്യ വ്യക്തി ആഴത്തിൽ കുന്നിടിച്ച് ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെയാണ് മൺകൂന കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരവധി കുടുംബങ്ങളാണ് ഭീതിയിൽ കഴിയുന്നത്. നേതാക്കൾ പ്രദേശവാസികളെ കേൾക്കുകയും അടിയന്തരമായി ഈ വിഷയത്തിൽ ഭരണ നേതൃത്വം ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും CPIM നേതാക്കൾ പറഞ്ഞു. എടിയൂർ പഞ്ചായത്തിലെ ചേനാടൻകുളമ്പിലെ 40 കുടുംബങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടു മുകളിൽ വളരെ കുത്തനെയുള്ള ഒരു കുന്ന് വളരെ അശാസ്ത്രീയമായി മണ്ണ് നീക്കം ചെയ്തതിന്റെ ഫലമായി ആ കുടുംബങ്ങൾ ആകെ ഭീതിയിലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, വളരെ കുത്തനെയാണ് ഇത് നിൽക്കുന്നത്. ഈ കുന്നും പ്രദേശത്തേക്ക് കയറി വരണമെങ്കിൽ തന്നെ ആ വീടുകളുടെ അടുത്തു കൂടെ കയറി വരാൻ പ്രയാസമാണ്. മറ്റ് സ്ഥലങ്ങളിലൂടെയാണ് വരേണ്ടത്. ഇവിടെ കല്ല് വെട്ടുന്നതിന് വേണ്ടി ആണ് മുഖ്യമായും ഈ മണ്ണ് നീക്കം ചെയ്തത്. ഈ നീക്കം ചെയ്ത മണ്ണ് ഈ കുത്തനെയുള്ള കുന്നിൻ ചരിവില് നിക്ഷേപിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ മഴ പെയ്യുമ്പോൾ തന്നെ അതിൽ വിള്ളലുണ്ടായി അത് ഒന്നാകെ താഴേക്ക് ഒഴുകി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് കാരണം ആ പ്രദേശത്തുള്ള ആളുകള് വലിയ ദുരിതത്തിലാണ്. ഈ പ്രദേശം എന്ന് പറയുന്നത്, ഈ മണ്ണ് നീക്കം ചെയ്ത വ്യക്തിയുടെ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒരു തരം പെർമിഷനും ഇല്ലാതെ കല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കല്ല് വെട്ടുന്ന ഒരു മാഫിയ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജിയോളജിയുടെയോ മറ്റ് റവന്യൂ വകുപ്പിന്റെയോ ഒന്നും തന്നെ പെർമിഷൻ ഇല്ലാതെയാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾ ഇത് മഴയ്ക്ക് മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അങ്ങനെ ഇത് വളരെ അപകടമാണ്, ആ പ്രദേശത്ത് വലിയ തോതിൽ അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് ഈ സ്ഥലമുടമസ്ഥനും ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണം നടത്തുന്ന, സംസ്ഥാന ഭരണം നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും മധ്യസ്ഥ ചർച്ച നടത്തി അവിടെ ഒരു ചെറിയ കെട്ടുകെട്ടി ഈ പ്രവർത്തനം തുടരാൻ അനൌദ്യോഗികമായി തീരുമാനിച്ചത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ ഒരു നിഗൂഢ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അടിയന്തരമായി ഇതിന് പരിഹാരം കാണണം. ഇങ്ങനെ നീക്കം ചെയ്ത് കൂട്ടിയിട്ട മണ്ണ് ഈ കുടുംബങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ അത് അവിടെ നിന്ന് മാറ്റുകയും ഈ കുന്ന് പഴയ അതേപോലെ സംരക്ഷിക്കുകയും. നമുക്കറിയാലോ, അത് നൂറ്റാണ്ടുകളായി ഈ കുന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഈ പ്രദേശം ഇവിടെ ഉണ്ട്. ഈ ഒരു തരം അപകടവും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമായി നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലേക്ക് വരുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും ജിയോളജിയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം. അല്ലാത്ത പക്ഷം CPM നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം ബന്ധപ്പെട്ട ഓഫീസുകൾക്ക് മുമ്പിലേക്ക് നടത്തും. 25 അടി താഴ്ചയിൽ നിരത്തി മണ്ണുകൾ തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതിവിടെ ഉണ്ടായത്. ഇങ്ങനത്തെ ഒരു ദുരിതം ഇവിടെ ഉണ്ടാകാൻ പോകുന്നതും ഉണ്ടായതും. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഇതിന്റെ മുമ്പ് ഇവിടെ ഈ പ്രദേശത്ത് കല്ല് വെട്ടിയതിന്റെ ശേഷം ചെറിയ മതിലായിട്ട് ഇവിടെ നിന്നിരുന്നു. അത് പിന്നെ ഇവിടുത്തെ ഒരു വിവാഹം ആളുകൾ വന്ന് വെട്ടുകയും അതിന് ഒരു പരാതി കൊടുക്കുകയും ആ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മധ്യസ്ഥത പറഞ്ഞിക്കാണ്ട് ഇതാകുകയും ചെയ്തു. അങ്ങനെ ആ മണ്ണും ഈ പ്രദേശത്തേക്ക് തന്നെ, എടിയൂർ ഭാഗത്തേക്ക് തന്നെ, കുറുവയിലുള്ള മണ്ണ് എടിയൂർ ഭാഗത്തേക്ക് തന്നെ തള്ളിയിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിക്കും ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള മണ്ണൊലിപ്പ് വരുന്നതും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ്.
അപ്പൊ അത് എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി വന്ന് ഇതൊന്ന് സംരക്ഷിക്കേണ്ട ചുമതലക്കാരാരാച്ചാൽ അവരെ ചെയ്യണം. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ രാജീവ്, ടി റംല, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മൂസ ഹാജി, കെ റിഫായി, വാർഡ് മെമ്പർ ഇർഫാന നാസു, കെ സിക്കന്ദർ, കുഞ്ഞാപ്പ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.